ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് 64.7% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഉപമുഖ്യമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ വിജയകുമാർ സിൻഹയുടെ വാഹന വ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടായി. ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ വോട്ടിംഗ് മന്ദഗതിയിലാക്കാൻ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയെന്ന് RJD ആരോപിച്ചു. 2020 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 60% മുകളിൽ പോളിംഗ് എത്തി എന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. സമാധാനപൂർവ്വമായിരുന്നു ആദ്യത്തെ പകുതി വോട്ടിംഗും പുരോഗമിച്ചത്. രാവിലെ തന്നെ പ്രമുഖരായ സ്ഥാനാർത്ഥികളൊക്കെ എത്തി വോട്ട് ചെയ്തു. തേജസ്വി യാദവ്, മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള കുടുംബാംഗങ്ങളോടൊപ്പം എത്തിയാണ് വോട്ട് ചെയ്തത്. നിതീഷ് കുമാർ അടക്കമുള്ളവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ആദ്യ പകുതി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴേക്കും പിന്നീട് പലയിടത്തു നിന്നും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപമുഖ്യമന്ത്രിയായ വിജയകുമാർ സിൻഹയ്ക്ക് നേരെ അദ്ദേഹം മത്സരിക്കുന്ന ലഖിസറായി മണ്ഡലത്തിലുണ്ടായ അക്രമ സംഭവമാണ്. അവിടെ ഒരു ബൂത്തിൽ ബി.ജെ.പിയുടെ ബൂത്ത് ഏജന്റിന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു പരാതി കിട്ടി താൻ എത്തിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. RJD പ്രവർത്തകരാണ് തന്റെ വാഹനം തടഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് വാഹനത്തിന് നേരെ ചെരുപ്പും കല്ലുമൊക്കെ എറിയുന്ന സാഹചര്യമുണ്ടായി. കേന്ദ്രസേന ഇടപെട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് സുരക്ഷിതനായി മാറ്റിക്കൊണ്ടുപോയത്. അധികാരത്തിൽ NDA വീണ്ടും തിരിച്ചെത്തുമെന്നും അക്രമികൾക്കെതിരെ ബുൾഡോസർ പ്രയോഗിക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും DGPയോട് കർശനമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ RJD പ്രവർത്തകർ അവരുടെ ശക്തി കേന്ദ്രങ്ങളായ ബൂത്തുകളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നുണ്ട് എന്നൊരു പരാതിയുമായി എത്തിയിരുന്നു. വോട്ടിംഗ് മന്ദഗതിയിലാക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുകയാണ് എന്നതായിരുന്നു RJDയുടെ ഒരു ആരോപണം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരമൊന്നും ഇല്ല, അതൊരു വ്യാജ പ്രചാരണം മാത്രമാണ് എന്ന രീതിയിലായിരുന്നു പ്രതികരിക്കുകയും ചെയ്തത്. ഇന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള, അതായത് തായ്ലൻഡ്, ഇന്തോനേഷ്യ, കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ചില പ്രതിനിധികൾ അവരവരുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ ബീഹാറിലേക്ക് എത്തുകയുണ്ടായി. ബീഹാറിലെ വിവിധ ബൂത്തുകളിലെത്തി ഇവിടുത്തെ ഇലക്ഷൻ പ്രക്രിയ നേരിട്ട് കാണാൻ അവർ ആ അവസരം ഉപയോഗിക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.